episode, I think it was quite different from what I did in the past. There are reasons, and I'll go step by step. From where Deepa walked into the Fusion Villa. From there, I can say. I was very tensed, so I was not really very keen first. But my husband was the one who was really interested in it. So, Alana and Ivada Sheriki Unditali, the Riki Konda at each other. Hi, Cinu. This is Deepa here. Hi, Deepa. I was just waiting for you. Yeah. Please come in. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ടിസിപ്പൻറ്റ് ദീപ ഭരത് ഇസ് ഹിയർ. കരാമയിലാണ് താമസിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ദീപ ഇന്ന് നമ്മുടെ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഫാമിലിയൊക്കെ ഒന്ന് കുറച്ച് ഡോഡ്ജ് ചെയ്ത് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഷീസ് മച്ച് മോർ ദാൻ കുക്കിംഗ്. ഷീസ് ഗോട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പ്രൊഫൈൽ. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാനുണ്ട്, റെസിപ്പിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി കോർണറിലിരുന്ന് ഡിസ്കസ് ചെയ്യാം. പ്ലീസ്. താങ്ക് യു. വളരെ നെർവസ് ആയിട്ടാണ്, ഒരു നെർവസ് സ്റ്റാർട്ടായിരുന്നു ദീപയുടേത്. പിന്നെ റെസിപ്പി കോർണറിൽ ഞങ്ങൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും ഐ കുഡ് സീ ദാറ്റ് ഷീ വാസൻറ്റ് ദാറ്റ് കംഫർട്ടബിൾ. കുറച്ചൊരു എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഞാൻ ഇവിടെ വന്ന് സിനുവിനെ കണ്ടപ്പോൾ I was like a bit nervous ആദ്യം, പക്ഷേ he was very friendly and believe me, it was because the whole crew was very friendly. അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ഇന്നത്തെ പാർട്ടിസിപ്പൻ്റ് ആയ ദീപ ഭരത് is in front of me with a I'm sure it's a very good dish, stuffed palak kofta curry. Okay. അപ്പോൾ സ്റ്റഫ്ഡ് പാലക് കോഫ്ത കറി ഇത് തന്നെ, ഈ റെസിപ്പി തന്നെ. ഇത് മാത്രമല്ല, 1-2 റെസിപ്പി അയച്ചിരുന്നു. ബട്ട് ദെൻ വൈ ദിസ്? ഞാൻ ചോദിക്കുന്നതിൻ്റെ പുറകിലൊരു കാര്യം ഉണ്ടെന്ന് ഞാൻ പിന്നെ പറയാം. Okay. You can tell me why did you choose this? Well, this is something different. Normally palak koftas undakarundu. Actually this is something with nuts and raisins. I've got some stuffings in that. The stuffing is the catch. Yeah. And I've got some cheese as well in that. Okay. So adana into oru pratyekada. അപ്പോൾ ഞാൻ പേരൊന്ന് ചോദിക്കുന്നുള്ളൂ. ബട്ട് അപ്പോൾ ഇവിടെ ദുബൈയിൽ ഓൾമോസ്റ്റ് 14 years ആയി. ഓക്കെ. അപ്പം ദുബൈയിൽ തന്നെയായിരുന്നോ അതോ യു വിൽ ട്രാവലിംഗ്? ഇല്ല, ഇവിടെ തന്നെ, ദുബൈയിൽ തന്നെയാണ്. ഓക്കെ. അപ്പം ഫാമിലി ഈസ് ഹിയർ? Yes, my family is here. You got a daughter? Yeah. Okay. So അപ്പം ഹസ്ബൻഡ് എന്താണ് ജോലി? He's a business consultant basically. Okay. He's got his own business, advertising firm. Okay. Here Deepa Bharat has got a completely different profile. She is into what do you call event management thing done by her. She's doing it by herself. Appo adu karma events alle? Yeah, karma events. Okay. So you've been doing what kind of shows you do? We've been doing entertainment shows and corporate events, exhibitions and all that. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് കേട്ടറിയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ഒരു പരിപാടിയുടെ ഇടയിൽ എങ്ങനെ കുക്കിങ്ങിന് സമയം കിട്ടുന്നു? Cooking is something which I'm passionate about. Okay. അതുകൊണ്ട് തന്നെ അതിന് സമയം കണ്ടെത്താറുണ്ട് എപ്പോഴും. Okay. So cooking and writing are my passion. Okay. So both are something which I always find time for. പിന്നെ മറ്റേത് professional thing. So everyone has got their own profession. So out of that ഇതാണ് സോൾ, ഒരു ആത്മാവിനൊരു ശാന്തി കിട്ടുന്നത്. ഞാൻ മൊത്തം ആ റെസിപ്പി ഇങ്ങനെ വായിച്ചു പോകുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. കോഫ്ത ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. യു മേക്കിംഗ് വിത്ത് പൊട്ടാറ്റോ ആൻഡ് സം നട്ട്സ് ആൻഡ് ഓൾ. ആൻഡ് ദ ഗ്രേവി ഇറ്റ് സെൽഫ് അതൊരു എന്താ പറയുക, ഒരു സ്പിനാച്ചിൻ്റെ ഗ്രേവിയാണ് അല്ലേ? ഓക്കെ. അതിനും എന്തെങ്കിലും കാര്യമുണ്ടോ അതോ ഇങ്ങനെ ഒരു ഈ പറഞ്ഞല്ലേ, ഈ കുട്ടികൾ പണ്ട് സ്പിനാച്ച് കഴിക്കാതിരിക്കുമ്പോൾ വീട്ടുകാർ എന്തെങ്കിലും കഥ പറഞ്ഞു അങ്ങനെ വല്ലതും ക്രിയേറ്റ് ചെയ്തൊരു ഡിഷാണോ അതോ? അങ്ങനെ പ്രത്യേകിച്ച് ക്രിയേറ്റ് ചെയ്തതല്ല. We usually find palak paneer available in the restaurants and usually people make that. അപ്പോൾ ഇത് കുറച്ച് അതേ ഗ്രേവി വെച്ചിട്ട് കോഫ്ത ഉണ്ടാക്കാം. Okay. That's your version of doing it. Yes. Okay. Yeah, sounds good. Let's practically see how you're going to prepare this dish and how the final dish is going to be. അപ്പോൾ let's see you all in Fusion Kitchen. ഡോക്ടറിൻ്റെ ഫ്രണ്ട് ഇരുന്ന് നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ തന്നെ നമ്മുടെ രോഗത്തിനെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇതുണ്ടല്ലോ, നമ്മൾ ഓവറാകുമോ അതിനും കുറഞ്ഞു പോകുമോ, ആ ഒരു ഫീലിംഗ് ആയിരുന്നു ദീപയുടെ ഫേസിൽ എനിക്ക് കാണാൻ പറ്റിയത്. ആദ്യം കുറച്ച് നെർവസ് ആണെങ്കിൽ പോലും പിന്നീട് ഞാൻ I could relax myself and I could be
you know, I could be myself basically. കുറച്ച് എന്താ പറയുക ഫ്രീ ആയിട്ട് എല്ലാവരുടെ അടുത്തും സംസാരിക്കാനും ഒക്കെ പറ്റിയിരുന്നു. ഇനി നമുക്ക് ആക്ച്വൽ കുക്കിംഗ് സ്കിൽസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കി കണ്ടറിയാം. ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നു. ഞാൻ ഓൾറെഡി മേടിച്ചു തുടങ്ങി. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പിന്നെ കോഫ്തയാണോ ആദ്യം ഉണ്ടാക്കുന്നത്, ഗ്രേവി ആണോ? ആദ്യം കോഫ്ത ഉണ്ടാക്കാം. സോ ആദ്യം കുറച്ച് പൊട്ടാറ്റോസ് എടുക്കാം. സോ ഓൾറെഡി മാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ടു ദിസ് വിൽ ബി ആഡിങ് സം green chilies, chopped, finely chopped green chilies. And then we can add some ginger. This too is finely chopped. We are adding some garam masala. Pinne idu kayincha korchu chaat masala. This gives a good flavor. And then avashyatine uppu. Okay. So just a base aanu alle. This is the base thing. Okay. So let's first mix this well. And to this we'll be adding soak cheyda, adayathu paalil soak cheyda bread slices. Okay. So that we will be doing it along after we add onions as well. We will be adding now onions. Okay. And then we'll be doing it. Okay. Potato kathottu ee green chilli, coriander, pinne red onion idokku ittiyalla oru chaat flavor aanu varunne. That is kind of like my favorite, you know. I love it. Yeah, of course it this gives raw flavor of onion gives that flavor as well. alla ഞാൻ adum deepakku അങ്ങനെയാണോ അറിയാൻ വേണ്ടി ചോദിച്ചത്. എനിക്ക് ഇഷ്ടമാണ്. Okay. So I think we both like those things. So അങ്ങനെയാണെന്ന് നമുക്ക് രണ്ടുപേർക്കും ഇത് ഇഷ്ടാവും തോന്നുന്നു. And then maybe we can add some coriander to give some more flavoring to it. So now we are taking the bread slices. Let's dip in or rather soak. Let me help you with some milk. Yeah. ഇത് മിൽക്കിൽ ഇങ്ങനെ സോക്ക് ചെയ്യുന്നതിന്റെ പ്രത്യേകിച്ച് no, it gives us softer kind of koftas. And obviously പാല ആവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റും കൂടും. So let's soak this. ഇതിന്റെ crust വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. പക്ഷേ I don't think it is really needed. You can just have that along with it. So just soak it, squeeze out the excess milk, and then we'll be adding it to this. It acts as a binding agent actually. Okay. So ee potatoes maatra avumbo so it doesn't bind, or if you're deep frying al chelappo sherikku andu deep fry cheyan pattilla. So for that we'll be using some kind of binding thing. Okay. We'll be adding the chopped nuts. Okay. And some cheese. Okay. Can I have some cheese? Yeah, sure. So we'll be adding these both. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഒരുപാട് സ്വീറ്റ്സ് ഒന്നും വലിയ താല്പര്യമില്ല. എരിവിൻ്റെ ഒപ്പം സ്വീറ്റ് താല്പര്യമില്ലാത്ത ആൾക്കാരാണ്, ചീസ് താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. ഐ തിങ്ക് ഇത്രയൊക്കെ സ്വീറ്റ്സ് നമുക്ക് ഒരുമാതിരിപ്പെട്ട ഇത് സ്വീറ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതൊരു ജസ്റ്റ് ആഡിങ് ഫ്ലേവർ ആക്ച്വലി. ആ റേസിൻസും ആ നട്ട്സും എല്ലാം കൂടെ ചേർന്ന് നല്ല ഒരുമാതിരിപ്പെട്ട ഇത് ഇന്ത്യൻ ക്യൂസിൻ ആണെങ്കിലും അത് വേറെ ഒരു ക്യൂസിൻ ആണെങ്കിലും എപ്പോഴും ആ ഒരു ബാലൻസിങ് ആക്ട് ആണ്. I personally believe that. So we have now mixed the cheese and the nuts with some raisins. Now let's make the koftas. All right. Okay. You need a plate. Yes, please. ഇത് ചിലപ്പോൾ സ്റ്റിക്കി ആയിരിക്കും, but in this case it is not really sticky. ചില potatoes it will be like too much of moisture. So അങ്ങനെ ആവുമ്പോൾ you can just apply some oil and then make the koftas. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് ഇതിൻ്റെ സ്റ്റഫിങ് വെച്ചിട്ട് അധികം വേണ്ട, because we don't have to give too much of the cheese flavoring for this. അപ്പോൾ ഇത് ഒന്ന് കോഫ്താസ് ആയിട്ട് നമ്മൾ റോൾ ചെയ്തെടുക്കാം. So I think you can also help me out in this. I am certainly doing it. Yeah, that's nice. So ഇത് ചെയ്തതിന് ശേഷം you can just dust it with all-purpose flour. Okay. The all-purpose flour. Okay. അല്ല മൈദ, that is better അല്ലേ നമുക്ക്. So മൈദ ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് ഡസ്റ്റ് ചെയ്യുന്നുണ്ട്, so that it doesn't break when you fry or when you know shallow fry, tawa fry, or you can even bake it. Okay. എങ്ങനെ ചെയ്താലും you just need it get cooked, that's it. എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പം നമ്മളിത് പതുക്കെ ഓരോന്നായിട്ട് ഇടാം. ബേസിക്കലി ഇത് കട്ട്ലറ്റ്സ് ഒക്കെ ചെയ്യണ പോലെ തന്നെ ഇത് ജസ്റ്റ് രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് this looks like aloo ki tikki.
By the time we can even get the other thing done, like the gravy, let's get the gravy done. We already ഇവിടെ നന്നായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന പാലക്കാണ്. ഇത് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം we'll have to just salt it in a little bit of oil. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഷുഗർ ഇടാം. ആ ഷുഗർ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ കളർ ഒന്ന് റീറ്റെയിൻ ചെയ്യും. ഇപ്പോൾ കോഫ്താസ് ആർ റെഡി. ഇനിയിപ്പോൾ നമുക്ക് പാലക്കിന്റെ ഗ്രേവി അത് ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യും. We need some ginger, onions. ഏകദേശം ആയിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പാലക്കിന്റെ പേസ്റ്റ് ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലാണ് ആവശ്യം. We'll add some milk. Keep mixing it so that we'll know that. നമുക്ക് എങ്ങനെ അതിൻ്റെ കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ച് മിൽക്ക് ആഡ് ചെയ്താൽ മതി. സോ നൗ ടു ദാറ്റ് വി വിൽ ബി ആഡിങ് കുറച്ച് ഗരം മസാല, little bit of turmeric, little bit of chaat masala, chili powder. ഇതിപ്പോൾ എരിവിനനുസരിച്ച് ഇടാം. ആവശ്യത്തിന് ഉപ്പും. ഇത് കുക്ക് ചെയ്ത് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഈ കോഫ്താസ് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. So now this is done. So let's take it off from the stove. And we'll add 2 cubes of butter to it. This actually adds a glaze to the curry. So now let's transfer it. Let me help you. Okay, you can just transfer. So now let's plate it. നമ്മളപ്പോൾ പ്ലേറ്റ് ചെയ്യാൻ പോകണം. We have some cream. We have some ginger. Add some ginger. Maybe some coriander on top of the koftas. Perfect. That's done. So എൻ്റെ ഡിഷ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷെഫ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയട്ടെ. Sauce is very nice, seriously. It's a really good dish. It's a nice blend. Our spinach nude potato kofta. It's really merging well. No doubt. Appo Neem, this is your turn is done. Neem, end version. Second Deebade dish ready ai kofta curry set aki. I helped her doing the garnishing and presentation and all. The moment she switched on to the other side of the show, it was a kind of a game changing, you know. I never ever felt that, you know, any contestant or any participant of my show being so dominant. But I was really amazed seeing the completely different recipe which he, creatively made out of the kofta which I did. She made some amazing koftas. ഞാൻ അതിനകത്ത് ഒരു കോഫ്ത അടിച്ചു മാറ്റിയിട്ടുണ്ട്. ആ കോഫ്ത ഞാൻ അങ്ങോട്ട് ക്രഷ് ചെയ്യാണ്. വിഷമിക്കരുത്, എനിക്കറിയാം കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ, എന്നാലും ഞാൻ വേറെ രൂപത്തിലാക്കി തരാം. ഓൾറൈറ്റ്. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്ത് ഞാൻ ഇതിനകത്തോട്ടൊരു ശകലം കറി പൗഡർ, ജസ്റ്റ് ഒരു ഫ്ലേവർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം ശകലം. ഓക്കെ, നൗ ആഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഗ്രേറ്റഡ് ചീസ്, a little bit of bell peppers. All the colors to give it more colorful. അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാണ്. A little bit of more cheese because I think needs a bit more binding. Okay.
അപ്പോൾ ഇതിങ്ങനെ നല്ലോണം മിക്സ് ചെയ്തു. ഇതിനകത്ത് സോൾട്ടോ പെപ്പർ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി യു ഹാവ് ഡൺ ദാറ്റ് പാർട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു മിക്സർ ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. I will use a chicken breast. Oh, okay. You're going to use a chicken. Yes. So it's a non-vegetarian dish. So it's just completely a different thing. Absolutely. So, okay. അത് നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം അല്ലേ? So I'll add just a bit of oil. Okay. Again, same നമ്മൾ കറി പൗഡർ ഇടുന്നതിൻ്റെ ആ ഫ്ലേവർ ആണ് ഇപ്പോൾ എല്ലാത്തിനും കിട്ടാൻ പോകുന്നത്. Okay. What is that? Just a little bit of cumin. Okay. Just salt. Okay. And I'll just marinate it. Okay, very lightly. I'll just make a small pocket. Looks like so some kind of stuffing is going to be done. Yeah, so see, ഒരു നൈഫിൻ്റെ അറ്റം എടുത്തിട്ട് ഇതിങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ അകത്ത് ഒന്ന് ഒരു പോക്കറ്റ് മാതിരി ഉണ്ടാക്കി. ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ അതർ വേസ് ഓൾസോ. നമുക്കിപ്പം പോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ജസ്റ്റ് ഇത് ഇടയ്ക്കൊന്ന് ഫുള്ള് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. Then you can put it and roll it also. Okay. That also can be done, but this is much easier. So I'm going to stuff the thing which you made it. Okay. Yeah. So that's interesting. Going to stuff it. So now I'm putting back in the same pan. Okay. ഞാൻ ഒരു ചെറിയൊരു സ്ക്യൂവർ എടുത്ത് വെച്ചിട്ടുണ്ട്. Okay. I just try to seal it. Okay. So this is ready to be cooked. Okay. ശകലം മുട്ടയുടെ വെള്ള മാത്രം മതി. ഓക്കെ. ഇത് നമ്മൾ ഇതിനകത്ത് ഓൺലി പർപ്പസ് ഈസ് ജസ്റ്റ് ടു കോട്ട്. കോട്ട് വാട്ട്? കോട്ട് കോക്കനട്ട്. Wow. This is completely unexpected. Yeah, so I'm going to coat this with coconut. Yeah. അപ്പോൾ ഈ പാൻ ചൂടായിട്ടുണ്ട്. ഞാനൊരു Okay, you're going to fry it in Yes. So it's like a little bit of oil and a little bit of butter. ഇനിയിപ്പോൾ ഇത് എത്ര നേരം കുക്ക് ചെയ്യണം? ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ലിഡ് ചെയ്ത് വെക്കാണ്. Okay. So this coconut can be used for other anything which we use some kind of frying or anything. ഇതല്ലാണ്ട് നമ്മൾ വീട്ടിൽ സാധാരണ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കോക്കനട്ട് വെച്ച് ചെയ്യുകയാണെന്ന് വെച്ചാൽ it will be more good, right? Yeah. Okay, so that's again a tip. And it would give that നമ്മളുടെ ഒരു Kerala kind of cuisine ഒരു ടച്ചും കിട്ടും അതിന്. So ഇതിന്റെ സൈഡ് ചേഞ്ച് ചെയ്തു. Okay. Now you can again. That looks really good. നമുക്ക് ഇത് കുക്ക് ചെയ്യുന്ന ചില സമയം എടുക്കും. അത്ര നേരം കൊണ്ട് നമുക്ക് ഇതിന്റെ കുറച്ച് അക്കംപനിമെന്റ്സ് പ്രിപ്പയർ ചെയ്യാം. ഓൾറൈറ്റ്. ഞാൻ പാൻ വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് സോട്ട് ചെയ്യാനുള്ളതാണോ? അതെ, എന്തെങ്കിലും ചെറിയൊരു ഞാൻ ഇത് ഓക്കെ ഐ വോണ്ടഡ് ടു ഷോ ദിസ്. ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടൊരു സാധനമാണ്. ഇത് ഫ്രഷ് കോൺ ആണ്. ഒരുമാതിരിപ്പെട്ട നമ്മുടെ വീടുകളിലൊന്നും നമ്മളിത് വൈസ്ലി യൂസ് ചെയ്യാറില്ല. മാക്സിമം നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഒന്ന് ഗ്രില്ല് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് കഴിക്കും. നോർത്തിലൊക്കെ താമസിച്ച ആൾക്കാരാണെങ്കിൽ അവർക്കറിയാം അത് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ ചെയ്തത്. പക്ഷേ ഇത് ഇറ്റ്സ് എ ലോട്ട് മോർ ദൻ ദാറ്റ്. ഇപ്പം വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഭയങ്കരമായിട്ട് ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. So how are you going to do this? I'm just going to make something out of it. So I have added a little bit of oil already like before. Okay. ഒരു ശകലം ബട്ടർ ഇടുന്നു. എന്നിട്ട് I'm going to put a little bit of garlic. I'll add a little bit of onions. I'll just start adding little by little. Already chop ചെയ്തിട്ടുണ്ട് carrots. Carrots ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ ആദ്യം ഇടുന്നു പറഞ്ഞാൽ carrot takes a little bit longer time than peppers. അപ്പോൾ അത് നമ്മൾ ആദ്യം ഇട്ടൊന്ന് ചെറുതായിട്ടും സോട്ട് ചെയ്യും. You can add a little bit of salt. It helps in cooking. Yeah, it actually helps the moisture content to get out of the vegetable. That's the whole idea. അപ്പം ഇനി നമുക്ക് പെപ്പേഴ്സിന് മുമ്പ് നമുക്ക് ഈ വെച്ചിരിക്കുന്ന കോൺ ഇടാം. ഐ തിങ്ക് നമ്മളിപ്പോൾ ഒരു ഇന്ത്യൻ ഫ്ലേവറാണ് ദീപ ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വെസ്റ്റേൺ വേർഷനാണ് കാണിക്കുന്നത്. സോ ദീപ ചെയ്ത ആ ഒരു ഫ്ലേവേഴ്സ് ഒന്നും ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് ഇറ്റ്.
but then at the same time I want to something different. Yes. But ഞാൻ ഇതിനകത്ത് കുറച്ചുകൂടെ മസാല ഇട്ടിട്ട് വേറെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കി കഴിഞ്ഞാണല്ലോ. The taste will be complete. Yeah. So it is not going to be a fusion, it's going to be a completely different dish, which I don't want to do it. The bell peppers. The bell peppers, not too much, shagalam salam madi. Okay. Just to add some color and flavor. Okay. Coconut already ഉണ്ട്, അതിനോട് കുറച്ച് nuts എന്ന് പറഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷൻ ആണ്. നമ്മുടെ ഉണക്ക മുന്തിരിങ്ങ ഇടുന്നുണ്ട് കുറച്ച്. This is pumpkin seeds. Yeah, pumpkin right? seeds. Pumpkin seeds. It is like one of my favorites. They have a distinctive flavor. Yes, yes. Now the last part. I will do a small sauce which goes well along with this dish. Okay. Okay. Now, this chicken almost cooked ആയിട്ടുണ്ട്. Okay. So I'll just transfer it into a plate. ആ പാനത്തിൽ നിന്ന് ചെയ്യുന്നത് അതായത് നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയ പാനാണ്. അപ്പോൾ അതിന്റെ ഒരു ഫ്ലേവർ അവിടെ ഉണ്ട്. അതെ, അതിന്റെ ജ്യൂസസ് ഓൾറെഡി അവിടെ ഉണ്ട്. ഓക്കേ. സോ ആ ഫൈനൽ സോസിന്റെ ടേസ്റ്റ് കുറച്ചുകൂടെ. സോ ഇപ്പോൾ നമ്മൾ ഗാർലിക് ഇട്ടിരിക്കുകയാണ്. ലിറ്റിൽ ബിറ്റ് ഓഫ് റെഡ് ഓണിയൻ. അത് വളരെ കുറച്ച് മതി, നമ്മൾ ജസ്റ്റ് സോസ് ആയതുകൊണ്ട് ഒത്തിരി ആവശ്യമില്ല. ലിറ്റിൽ ബിറ്റ് ഓഫ് കറി പൗഡർ, വെരി ലിറ്റിൽ bit of cream. So what else are you going to add? Just the cream and the onions? Yeah, see the sauce is already thickened. Okay. We can plate the dish. That's it. Yeah. So it's done. Yes. അപ്പോൾ അങ്ങനെ ദീപ ക്രിയേറ്റ് ചെയ്ത ആ ഡിഷ്, അതായത് സ്റ്റഫ്ഡ് പാലക് കോഫ്ത വെച്ച് ഞാനൊരു പുതിയ ഡിഷ് ഉണ്ടാക്കി. ദാറ്റ് പെർട്ടിക്കുലർ തിങ് വാസ് യൂസ്ഡ് ആസ് എ വാട്ട് യു കോൾ സ്റ്റഫിംഗ്. നിങ്ങൾ കണ്ടപോലെ അത് ഞാൻ സ്റ്റഫ് ചെയ്തു ആൻഡ് ഇറ്റ്സ് ടേൺഡ് ഔട്ട് ബി എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഡിഷ് ആൻഡ് ഐ എം 200% ഷുവർ ഇറ്റ്സ് ഗോണ ബി മച്ച് better than. No, I'm not going to say like that. That is really a very good dish, no, and I'm really sure this is going to be a good dish, and I'm sure she's going to enjoy it. Yeah, I'm going to enjoy it. Yeah, നമുക്കപ്പോൾ ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി തർക്കങ്ങൾ അവിടെ ആവാം. നമ്മൾ ഒരു ഫൈനൽ ഡിഷ് ആകുമ്പോൾ അതിനെ എങ്ങനെ ഒരു എന്താ പറഞ്ഞ ബാലൻസ്ഡ് ഡിഷ് ആക്കും എന്നുള്ള ഒരു ചാലഞ്ച് ആയിരുന്നു. somehow I came out with a good dish, colorful and kind of balanced dish. ഈ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ, കാർബ്സ്, and the fat content was well balanced. So it was altogether a good dish. But I was really amazed seeing the completely different recipe which he creatively made out of the kofta which I did. Deepa prepare ചെയ്ത പാലക്, അതായത് സ്റ്റഫ് പാലക് കോഫ്ത, അത് വീണ്ടും ഞാനൊരു സ്റ്റഫിംഗ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഒരു ചിക്കൻ്റെ ഡിഷ് ഉണ്ടാക്കി വിത്ത് കോക്കനട്ട് ക്രസ്റ്റ് ആൻഡ് കറി സോസ്. അപ്പം Deepa, the final product is here. Yeah. It's time for us to taste. So let's taste the dish and see how it is. What do you think? What do you think? I can't help but say it's really, really tasty, and it's a fusion of everything. As I was feeling the same thing when you were cooking there. Coconut in the smell, the crunchiness of the coconut, and the kofta which is being filled in. That's got the chaat masala and all that, which is giving a very North Indian seasoning and flavor. Yeah. So all flavors are good. Orimichu kittittundu idile, and still it's like tasting absolutely awesome. Thank you. Appo you got the feedback from her. ഇതൊരു നല്ലൊരു ബാലൻസ്ഡ് ഡിഷ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. നൗ ഐ നീഡ് വൺ ലാസ്റ്റ് ഫേവർ. അതെന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെഗ്മെൻ്റാണ്, വിച്ച് ഈസ് നെയിമിങ് ദ ഡിഷ്. നമ്മൾ എന്നോട് കൂടി ഒരു ഡിഷ് ഉണ്ടാക്കി. സോ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഇഫ് യു കുഡ് ജസ്റ്റ് ഗിവ് us a very nice catchy name for the dish. I'm honored when you said that I should suggest a name. Absolutely. So, well, you've got the kofta stuffing and the coconut coating over it. So why not have kofta stuffed chicken with curry sauce? Yeah.
Absolutely. So you have a name. We made a dish. പുതിയൊരു ഡിഷ് ക്രിയേറ്റ് ചെയ്തു, അത് ടേസ്റ്റ് ചെയ്തു, അതിന് നല്ലൊരു പേരിട്ടു. പേരിട്ടത് കേട്ടുവാണല്ലോ, കോഫ്ത സ്റ്റഫ് ചിക്കൻ ബ്രസ്റ്റ് വിത്ത് കറി സോസ്. I think it's a very very easy recipe, much easier to do at home. അപ്പോൾ അങ്ങനെ അതിമനോഹരമായ ഒരു ഡിഷ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു, അതിന് നല്ലൊരു പേരിട്ടു. We both are very much excited. ഇതേ എക്സൈറ്റ്മെൻറ്റ് നിങ്ങളിലുണ്ടോ? നിങ്ങളും ഇത്രയും ഇൻട്രസ്റ്റഡ് ആണോ? നിങ്ങൾ കുക്കിങ്ങിൽ പാഷനേറ്റ് ആണോ? Then send in your recipes to fusionvilla@channeld.ae. It could be your dish, my fusion. It happens only in Fusion Villa.